ബി ഹൗസിൽ നിന്ന് ഈ വീക്ക് എവിക്റ്റായിരിക്കുന്നത് ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി പോകുന്നതിന് മുന്നേ ലാലേട്ടൻ ചോദിച്ചു, എങ്ങനെയാണ് ലക്ഷ്മിക്ക് അവിടെ ഒരു ബോണ്ടും ഫ്രണ്ട്ഷിപ്പും ഒന്നും ഉണ്ടാക്കാതെ ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത് എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ ലക്ഷ്മി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനെ പോലും അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിന് നിൽക്കാഞ്ഞത്. ഞാൻ ബി ഹൗസിലേക്ക് പോയത് ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ പുറത്തുനിന്ന് കീപ്പ് ചെയ്തോളാം. ബിഗ് ബോസ് ഹൗസിൽ അത് ഞാൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ബി വിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കരഞ്ഞ് ഇറങ്ങണമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ കരയാതെ നിൽക്കുന്നതിന്റെ കാരണം ഞാൻ അങ്ങനെയൊരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ്. ഹൗസ്മേറ്റ്സിനോട് ആരോടും നന്നായി യാത്ര പറയാൻ പറ്റാതെയായിരുന്നു ലക്ഷ്മി വീട് വിട്ട് ഇറങ്ങിയിരുന്നത്. ലാലേട്ടന്റെ അടുത്ത് എത്തിയതിനു ശേഷമായിരുന്നു ലക്ഷ്മിക്ക് ഹൗസ്മേറ്റ്സിനോട് സംസാരിക്കുവാനും യാത്ര പറയാനുമുള്ള അവസരം ലഭിച്ചത്. എല്ലാവരോടും നന്നായി കളിക്കണമെന്ന് പറഞ്ഞു. ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മനസ്സിലുള്ള വിന്നർ ആരായിരിക്കുമെന്ന്. ആ സമയം ലക്ഷ്മി നെവിന്റെ പേരായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ലക്ഷ്മിക്ക് നെവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടും കൂട്ടും ഉണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞു അവൻക്ക് ഫുഡിനോടുള്ള കുറച്ച് ഇഷ്ടവും കുറച്ച് കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ നല്ലൊരു ജമ്മാണെന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടും ബിയുടെ വിന്നറാകുവാനുള്ള എല്ലാ കഴിവും നെവിനുണ്ട് എന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത്. പ്രേക്ഷകരോട് ലക്ഷ്മി പറഞ്ഞിരുന്നത് PR-ന്റെ ബലമോ ഫേക്ക് വോട്ടിങ്ങോ ഒന്നുമില്ലാതെ ജെനുവിനായി നല്ലൊരു ഗെയിമറിന് തന്നെ നിങ്ങൾ കപ്പ് നൽകണമെന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത്. എന്തായാലും ലക്ഷ്മി നല്ലൊരു സ്ട്രോങ് വുമണും നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയുമാണ്. പലപ്പോഴും ബി ഹൗസിൽ അൺവാണ്ടഡ് ടോപ്പിക്കുകളിലെല്ലാം ലക്ഷ്മി കയറി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നുവെങ്കിൽ ലക്ഷ്മി നല്ലൊരു ഗെയിമർ തന്നെയായേനെ. എന്തായാലും അവസാനമെല്ലാം തീരുമാനിക്കുന്നത് വോട്ടിങ്ങിലൂടെയാണല്ലോ. പ്രേക്ഷകരുടെ വിധിപ്രകാരം ലക്ഷ്മി ഇന്ന് വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.